ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലീനിയർ റിഗ്രഷൻ എന്താണ്, ഫീച്ചർ സെലക്ഷൻ എന്താണ്, മോഡൽ സെലക്ഷൻ എന്താണ്, അതൊക്കെ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ വരുന്ന കുറച്ച് കോൺസെപ്റ്റ്സ് ആണ്. അതാണ് നമ്മൾ പഠിച്ചത്. ലേണിംഗ് ഫ്രം ആൻ എക്സാമ്പിൾ, ലേണിംഗ് എ ക്ലാസ് ഫ്രം ആൻ എക്സാമ്പിൾ, ലേണിംഗ് മൾട്ടിപ്പിൾ ക്ലാസ്സസ്, ടു ക്ലാസ് ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ക്ലാസ് ക്ലാസിഫിക്കേഷൻ, അതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ മൾട്ടിപ്പിൾ ക്ലാസ്സസ് വരുമ്പോൾ നമ്മളതിനെ ഓരോ എൻ അല്ലെങ്കിൽ കെ 2 ക്ലാസ് ക്ലാസിഫിക്കേഷനായിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് അത്രയും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ബേസിയൻ ലേണിങ്ങും ഡിസിഷൻ ട്രീ ലേണിങ്ങും. ഈ രണ്ടും സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ വരുന്ന ടോപ്പിക്കാണ്. സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ വരുന്ന 2 ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ബേസിയൻ ലേണിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന്. അത് പറയുന്നതിന് മുന്നേ ഈ ബേസിയൻ ലേണിംഗ് വരുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ഈ ബേസിയൻ ലേണിംഗ് നമ്മൾ യൂസ് ചെയ്തത് എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ പോലെ അല്ലെങ്കിൽ ഒരു റീസൺ പോലെ പറയുന്നത്, നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രീക്വൻറ്റിസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇതൊക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. മാത്തമാറ്റിക്കൽ ഫോർമുലാസും കുറേ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് മെഷീൻ ലേണിംഗ് നമ്മൾ പറയുന്നത്. ഈ കോൺസെപ്റ്റ്സ് പറയുന്നത് ലേണിങ്ങും ക്ലാസിഫിക്കേഷൻ റിഗ്രഷനും ഒക്കെ പറയുന്നത് അത് വെച്ചിട്ടാണ്. അപ്പോൾ ഫ്രീക്വൻറ്റിസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിന് ലേൺ ചെയ്തിരുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ലേണിങ്ങിൽ നമ്മൾ ചെയ്തിരുന്നത് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ടെസ്റ്റിംഗ് വെദർ എ ഹൈപ്പോത്തസിസ് ഇസ് ട്രൂ ഓർ ഫാൾസ് by calculating the probability of an event in the prolonged experiment is known as frequentist statistics. എന്താ പറയുന്നത്, ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തു, അതിനൊരു ഹൈപ്പോത്തസിസ് ഉണ്ട്. ആ ഹൈപ്പോത്തസിസ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ തവണ കാൽക്കുലേറ്റിംഗ് ദ പ്രോബബിലിറ്റി ഓഫ് എൻ ഈവൻറ്റ്, ഒരു ഈവൻറ്റ് സംഭവിച്ച ആ ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി ചെക്ക് ചെയ്യുക. ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ആസ് സച്ച് ഡിറ്റർമൈനിങ് ദ ഫെയർനെസ് ഓഫ് എ കോയിൻ ബൈ യൂസിങ് ദ പ്രോബബിലിറ്റി ഓഫ് ഒബ്സർവിങ് ദ ഹെഡ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫ്രീക്വൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് ഒരു കോയിൻ ഫെയർ ആണോ അല്ലേ എന്ന് നോക്കാം. ഫെയർ മീൻസ് ബയാസിങ് ഒന്നും ഇല്ലല്ലോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കോയിൻ ഫെയർ ആണോ അല്ലേ നോക്കാൻ അതിനെ ടോസ് ചെയ്ത് നോക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കുറേ ടെസ്റ്റുകൾ അല്ലെങ്കിൽ കുറേ ഇൻപുട്സ് കൊടുക്കുക, കുറേ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാം. എങ്ങനെ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യണം? ആദ്യം ഒരു തവണ ടോസ് ചെയ്തു, ഹെഡാണോ ടെയിലാണോ നോക്കി റെക്കോർഡ് ചെയ്ത് വെച്ചു. അടുത്ത തവണ ടോസ് ചെയ്തു, ഹെഡാണോ ടെയിലാണോ നോക്കി റെക്കോർഡ് ചെയ്ത് വെച്ചു. അങ്ങനെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ചെയ്തിട്ട് അതിൽ നിന്നും നമ്പർ ഓഫ് ഹെഡ്സ്, എത്ര തവണ ഹെഡ് വന്നു, എത്ര തവണ ടെയിൽ വന്നു എന്നൊക്കെയുള്ള കണക്ക് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് എന്നുള്ളതിന് ഒരു വാല്യൂ കണ്ടുപിടിക്കുകയാണ്. ആ വാല്യൂ വെച്ചിട്ട് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡും പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടെയിലും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ കോയിൻ ഫെയർ ആണ് എന്ന് നമ്മൾ പറയാം. അല്ല, ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ ഫെയർ അല്ല എന്ന് പറയാം. അപ്പോൾ ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് അപ് ടു 1 അല്ലേ. പ്രോബബിലിറ്റിയുടെ മാക്സിമം വാല്യൂ 1 ആണ്. ടോട്ടൽ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ 2 കേസേ വരുന്നുള്ളൂ, ഗെറ്റിംഗ് എ ഹെഡ് ആൻഡ് ഗെറ്റിംഗ് എ ടെയിൽ. അപ്പോൾ ഗെറ്റിംഗ് എ ഹെഡിൻ്റെ പ്രോബബിലിറ്റി എടുത്താൽ അത് ശരിക്കും എത്ര വരണം? 0.5 വരണം. ആ 0.5 കിട്ടിക്കഴിഞ്ഞാൽ ആ കോയിൻ ഫെയർ ആണ്, അല്ലെങ്കിൽ ആ കോയിൻ ഫെയർ അല്ല. ഈ ടൈപ്പ് ഓഫ് ലേണിങ്ങിനെ അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസിനെ പറയുന്നതാണ് ഫ്രീക്വൻറ്റിസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞത് ഒരു പ്രൊലോങ്ഡ് എക്സ്പെരിമെൻറ്റ്. അതായത് ഇപ്പം നമുക്ക് ഈ പറഞ്ഞ എക്സാമ്പിളിൽ എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം. ഹെഡും ടെയിലും മാർക്ക് ചെയ്ത് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ 10 പ്രാവശ്യം ചെയ്താൽ അതിൽ 5 പ്രാവശ്യം ഹെഡും 5 പ്രാവശ്യം ടെയിലും വരുന്നുണ്ടോ, അല്ല 20 പ്രാവശ്യം ചെയ്താൽ 10 പ്രാവശ്യം ഹെഡും 10 ടെയിലും കിട്ടുന്നുണ്ടോ, 100 പ്രാവശ്യം ചെയ്താൽ 50-50 വരുന്നുണ്ടോ, 1000 പ്രാവശ്യം ചെയ്ത് നോക്കാം, 10,000 ടൈംസ് ചെയ്ത് നോക്കാം. അങ്ങനെ എത്ര തവണ വേണമെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാം. പക്ഷെ അത്രയും തവണ നമ്മൾ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. അപ്പോൾ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ടൈം ചെയ്തിട്ട് അതിൻ്റെ കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ട്സിനെ
കാൽക്കുലേറ്റ് ചെയ്ത് ഔട്ട്പുട്ട്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോബബിലിറ്റി ഓഫ് എൻ ഈവൻറ്റ് കാണുന്നു. ഓക്കെ, അതാണ് പറയുന്നത് കാൽക്കുലേറ്റിംഗ് ദ പ്രോബബിലിറ്റി ഓഫ് എൻ ഈവൻറ്റ് ഇൻ എ പ്രൊലോങ്ഡ് എക്സ്പെരിമെൻറ്റ്. എന്നിട്ടോ ടെസ്റ്റിംഗ് വെദർ ദ ഹൈപ്പോത്തിസിസ് ഇസ് ട്രൂ ഓർ ഫോൾസ്, ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതാണ് എന്ത് ഫ്രീക്വൻറ്റിസ്റ്റ് ലേണിംഗ് എന്ന്, ഫ്രീക്വൻറ്റിസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ അതിന് കുറേ ഡീമെറിറ്റ്സ് ഉണ്ടെന്നാണ് പറയണത്. ഫസ്റ്റ് ഡീമെറിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എന്ത് 10,000 ടൈംസും അല്ലെങ്കിൽ 1,00,000 ടൈംസൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആക്യുറസി നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ആൻ എക്സ്പെരിമെൻറ്റ് വിത്ത് ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ട്രയൽസ് ഗ്യാരണ്ടീസ് P വിത്ത് അബ്സല്യൂട്ട് ആക്യുറസി, അതായത് 100% കോൺഫിഡൻസോട് കൂടി ഇതിൻ്റെ പ്രോബബിലിറ്റി ഇതാണ് എന്ന് ഉറപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ട്രയൽസ് വേണം. ഓക്കെ, yet it is not practical to conduct an experiment with an infinite number of trials, and we should stop the experiment after a sufficiently large number of trials. അപ്പോൾ അത്യാവശ്യം നമ്പർ ഓഫ് ട്രയൽസ്, നമ്പർ ഓഫ് എക്സ്പീരിയൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ആ ഒരു ആക്ടിവിറ്റി ട്രയൽ സ്റ്റോപ്പ് ചെയ്യണം, അല്ലേ? However, deciding the value of this sufficient number of trials is a challenge when using frequentist statistics. ഈ ഒരു ലിമിറ്റഡ് നമ്പർ എത്ര പ്രാവശ്യം ട്രയൽ ചെയ്യണം എന്നുള്ളത് ഒരു ചലഞ്ചാണ്. ആ നമ്പർ ചൂസ് ചെയ്യുന്നത് ഒരു ചലഞ്ചാണ്. കാരണം എത്ര ചൂസ് ചെയ്താലും ചിലപ്പോൾ അതെന്തായി മാറും, പോരാതെയായി പോവും, അല്ലേ? ഔട്ട്പുട്ടിന് അത് പോരാതെയായി പോവും, ആക്യുറസി കുറഞ്ഞു പോവും. പിന്നെയും കൂടുതൽ ചെയ്താൽ പിന്നെയും ആക്യുറേറ്റ് ആവും. അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ് ചെയ്താലാണ് നമുക്ക് 100% ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ അല്ലെങ്കിൽ ഔട്ട്പുട്ട് പ്രോബബിലിറ്റി കിട്ടുള്ളൂ. ഓക്കെ, അതാണ് ഒരു പ്രശ്നം, ഒരു ലിമിറ്റേഷൻ. We may have valuable insights or prior beliefs. For example, coins are usually fair and the coin used is not made biased intentionally. Therefore, P equal to 0.5. അതായത് നമുക്ക് ഓൾറെഡി അറിയാം, ഇപ്പോൾ ഒരു കോയിൻ എന്ന് പറഞ്ഞാൽ ആ കോയിൻ ടോസ് ചെയ്യാൻ ഉള്ള കാരണം തന്നെ, കോയിൻ ടോസ് ചെയ്തിട്ട് നമുക്കൊരു പണ്ട് മുതലേ ചെയ്യുന്ന കാര്യം അല്ലേ? എന്തുകൊണ്ടാണ്? ഒരു കോയിൻ ഒരിക്കലും ഒരു സൈഡ് വെയിറ്റ് കൂടുതലും ഒരു സൈഡ് വെയിറ്റ് കുറവും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഹെഡ് കൂടുതൽ വരാനോ ടെയിൽ കുറവ് വരാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ഓൾ ദ ടൈം കോയിൻ എന്ത് തന്നെയായിരിക്കും, ഫെയർ തന്നെയായിരിക്കും. അതായത് ഹെഡിൻ്റെ പ്രോബബിലിറ്റി 0.5ഉം ടെയിലിൻ്റെ പ്രോബബിലിറ്റി 0.5നായിരിക്കും. ഇത് നമുക്കറിയുന്ന കാര്യമാണ്, അല്ലേ? ഇത് ശരിക്കും ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യം ഇല്ല. പക്ഷെ അങ്ങനെ ഒരു പ്രയർ ബിലീഫിനെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ല. ആ ഒരു പ്രയർ ബിലീഫും കൂടി വെച്ച് നമുക്കുള്ളൊരു മുന്നേ നമുക്ക് അറിയുന്ന കാര്യമാണ്, ആ ഒരു അറിവിനെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഈ ഫ്രീക്വൻറ്റിസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിലില്ല. അതാണ് പറയുന്നത്. ഓക്കെ, വി മേ ഹാവ് വാല്യുവബിൾ ഇൻസൈറ്റ്സ് ഓർ പ്രയർ ബിലീവ്സ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ വാല്യൂ ഓഫ് P. ഒരു P ഉള്ളൂ കേട്ടോ, തെറ്റിപ്പോയതാണ്. Embedding that information can significantly improve the accuracy of final conclusion. അപ്പോൾ ആ ഒരു അറിവും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ ആക്യുറസി അത്രയും കൂട്ടാൻ പറ്റും. But with frequentist statistics, it is not possible to incorporate such beliefs or past experience to increase the accuracy of hypothesis test. അങ്ങനെ നമുക്കുള്ള അറിവിനെയോ അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസിനെയോ പ്രയർ ബിലീഫിനെയോ ഒന്നും നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനോ ഇൻകോർപ്പറേറ്റ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രീക്വൻറ്റിസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡീമെറിറ്റ്സ്, ഡ്രോബാക്സ്. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബേസിയൻ ലേണിംഗ്, മെഷീൻ ലേണിംഗ് തന്നെ വന്നത് അതിന് വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ ബേസിയൻ ലേണിംഗ് മോഡൽ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബേസിയൻ ലേണിംഗ് നമ്മൾ പഠിക്കുന്നതിന് മുൻപ് കുറച്ച് ടെർമിനോളജീസ് നമുക്ക് നോക്കണം, കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് നോക്കണം. ഫസ്റ്റ് വണ്ണാണ് റാൻഡം വേരിയബിൾ. റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റാൻഡം ഈവൻറ്റ് നടന്നു, അതായത് മുൻകൂട്ടി നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ഒരു റാൻഡം ഈവൻറ്റ് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിന് ഉണ്ടാവുന്ന പോസിബിൾ വാല്യൂസാണ് എന്ത്, റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വേരിയബിൾ ഹൂസ് പോസിബിൾ വാല്യൂസ് ആർ റിസൾട്ട് ഓഫ് എ റാൻഡം ഈവൻറ്റ്. ഓക്കെ, അപ്പോൾ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റാൻഡം ഈവൻറ്റിൻ്റെ ഔട്ട്പുട്ട്സിനെ സ്റ്റോർ ചെയ്ത അല്ലെങ്കിൽ ഔട്ട്പുട്ട്സ് ആയേക്കാവുന്ന ഒരു വേരിയബിളാണ് എന്ത്, റാൻഡം വേരിയബിൾ. Therefore, each possible value of a random variable has some probability attached to it. അതായത് ഓരോ റാൻഡം വേരിയബിളിനും ഓരോ പ്രോബബിലിറ്റി ഉണ്ട്. ഇപ്പം നമ്മൾ ഡൈയുടെ കാര്യം എടുക്കുകയാണ്, ടോസിങ് എ ഡൈ ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ടോസിങ് എ ഡൈയിൽ അവിടുത്തെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടേക്കാവുന്ന ഒരു എന്തൊക്കെ വാല്യൂ ഉണ്ട്, 1, 2, 3, 4, 5,
6. ഇത്രയാണ് നമുക്ക് പോസിബിൾ ഔട്ട്കംസ്. ഈ പോസിബിൾ ഔട്ട്കംസിനെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്ന വേരിയബിളാണ് എന്ത്, റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡി ഓഫ് 1, ഇപ്പോൾ ഡി എന്നാണ് നമ്മൾ ആ പേര് കൊടുക്കുന്നതെങ്കിൽ ഡി ഓഫ് 1ന് ഒരു ലിമിറ്റ്, ഒരു ഫിക്സഡ് പ്രോബബിലിറ്റി ഉണ്ട്. ഡി ഓഫ് 2, അതായത് 2 നമ്പർ വരാനുള്ള ചാൻസിന് ഒരു പ്രോബബിലിറ്റി ഉണ്ട്. ഡി ഓഫ് 3ക്ക് ഒരു പ്രോബബിലിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ കേസിനും ഓരോ പ്രോബബിലിറ്റി വാല്യൂസ് ഓൾറെഡി ഉണ്ടാവും. ഓക്കെ, അതാണ് പറയുന്നത്. ദെർഫോർ ഈച്ച് പോസിബിൾ വാല്യൂ ഓഫ് എ റാൻഡം വേരിയബിൾ ഹാസ് സം പ്രോബബിലിറ്റി അറ്റാച്ച്ഡ് ടു റെപ്രസെൻറ്റ് ദ ലൈക്ലിഹുഡ് ഓഫ് ദോസ് വാല്യൂസ്. അത് വരാനുള്ള ചാൻസ്, എത്രത്തോളം വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ഓരോ പ്രോബബിലിറ്റി വാല്യൂസ് അസൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് റാൻഡം വേരിയബിൾ. ഇനിയാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫംഗ്ഷൻ ദാറ്റ് ഡിഫൈൻസ് ദ പ്രോബബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് ഔട്ട്കംസ് ഓർ വാല്യൂസ് ഓഫ് എ റാൻഡം വേരിയബിൾ. നേരത്തെ പറഞ്ഞില്ലേ, ഓരോ റാൻഡം വേരിയബിൾ വാല്യൂസിനും ഓരോ ഔട്ട്കം പ്രോബബിലിറ്റി ഉണ്ട് പറഞ്ഞില്ലേ. ആ ഒരു പ്രോബബിലിറ്റീനെ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പി ഓഫ് എ, പി ഓഫ് ബി എന്നൊക്കെ പറയുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. 2 ടൈപ്പ് ഉണ്ട്. കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ യൂസിങ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഡിസ്ക്രീറ്റ് ആണെങ്കിലോ റെപ്രസെൻറ്റഡ് യൂസിങ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻസ്. അതൊന്നും നിങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് കാര്യമായിട്ട് നോക്കണ്ട. എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ദിസ് ഇസ് എ മെഷർ ഓഫ് പ്രോബബിലിറ്റി. പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ദാറ്റ് അനദർ ഇവൻറ്റ് ബി ഹാസ് ഒക്കേർഡ്. അതായത് ബി സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ എയുടെ പ്രോബബിലിറ്റി എന്താണ്, പ്രോബബിലിറ്റി ഓഫ് എ സച്ച് ദാറ്റ് ബി ഈസ് ഓൾറെഡി ഹാപ്പൻഡ്. അതാണ് പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത്. ഇതും നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനെ വിളിക്കുന്ന പേരാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഇറ്റ് ഈസ് എ measure of probability. P of A given B means that it is the probability value of A given that the event B has already happened. Okay, അതായത് ഇപ്പം പ്രോബബിലിറ്റി ഓഫ് റെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതൊരു പ്രോബബിലിറ്റിയാണ് അല്ലേ. പ്രോബബിലിറ്റി ഓഫ് റെയിനിങ് ഇഫ് ദർ ഈസ് ക്ലൗഡി വിൻഡ്, അല്ലെങ്കിൽ ഇഫ് ദ സ്കൈ ഈസ് ക്ലൗഡി എന്ന് പറയുകയാണെങ്കിലോ, സ്കൈ ക്ലൗഡി ആണ് എന്നുള്ളത് ഒരു ഈവൻറ്റ് ഓൾറെഡി ഹാപ്പൻഡ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ റെയിനി ആവാനുള്ള സാധ്യത പ്രോബബിലിറ്റിയുടെ വാല്യൂ മാറില്ലേ. അതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പി ഓഫ് എ ഗിവൺ ബി എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാലോ, കുറേ ഇവൻറ്റ്സിനെ ഒന്നിച്ച് നമ്മൾ പറയാനാണ് ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അപ്പം എക്സ് വൈ സെഡ് എക്സെട്ര എന്ന് പറയുന്നതാണ് ആ ഒരു സീരീസ് എന്ന് വിചാരിക്കുക. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് ഗിവ്സ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഈച്ച് ഓഫ് എക്സ് വൈ ഫോൾസ് എനി പെർട്ടിക്കുലർ റേഞ്ച് ഓർ ഡിസ്ക്രീറ്റ് സെറ്റ് ഓഫ് വാല്യൂസ് സ്പെസിഫൈഡ് ഫോർ ദാറ്റ് വേരിയബിൾ. അതായത് നേരത്തെ പറഞ്ഞ റാൻഡം വേരിയബിൾസിനെ എല്ലാം ഒരു ലിസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രോബബിലിറ്റിയും എങ്ങനെ വേണം, ഒരു ലിസ്റ്റായിട്ട് തന്നെ വേണം. ഓക്കെ, 2 എണ്ണേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളതിനെ എന്ത് വിളിക്കും, ഇഫ് ദർ ഈസ് ഓൺലി 2 റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ ദിസ് ഇസ് കോൾഡ് എ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ബട്ട് the concept generalizes to any number of random variable ആണെങ്കിൽ it is giving a multivariate distribution. Okay, joint probability distribution for xy is a probability distribution that gives the probability that each of xy falls in any particular range or discrete set of values specified for that variable. മനസ്സിലായല്ലോ. അപ്പോൾ ഈ 4 ടേംസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി ബേസ് തിയറം, നമ്മൾ ബേസിയൻ ലേണിംഗ് ആണ് പഠിക്കുന്നത് അല്ലേ. ഈ ബേസിയൻ ലേണിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തിയറമാണ് ബേസ് തിയറം എന്ന് പറയുന്നത്. ബേസ് തിയറം വെച്ചിട്ടാണ് നമ്മൾ ബേസിയൻ ലേണിംഗ് ചെയ്യുന്നത്. ഓക്കെ, ബേസ് തിയറം ഡിസ്ക്രൈബ്സ് ഹൗ ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എൻ ഈവൻറ്റ് ഓർ ഹൈപ്പോത്തസിസ് ക്യാൻ ബി കമ്പ്യൂട്ടഡ് യൂസിങ് എവിഡൻസ് ആൻഡ് പ്രയർ നോളജ്. അതായത് ഒരു ഈവൻറ്റിൻ്റെ കണ്ടീഷണൽ പ്രോബബിലിറ്റീനെയോ അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തസിസിനെയോ പ്രയർ നോളജ് അല്ലെങ്കിൽ എവിഡൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്തിൽ പറയുന്നത്, ബേസ് തിയറത്തിൽ പറയുന്നത്.
അതായത് ഇപ്പോൾ ഒരു ഈവൻ്റ് ഉണ്ട്, ആ ഈവൻറ്റിൻ്റെ കണ്ടീഷണൽ പ്രോബിലിറ്റി നമ്മൾ പറയാൻ പോവുകയാണ്. അതായത് പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞ ആ ഒരു എന്താ പറയുക പ്രോബിലിറ്റി ഓഫ് ഹാപ്പനിങ് എ സച്ച് ദാറ്റ് ബി ഈസ് ഓൾറെഡി ഹാപ്പൻഡ്. അതിനെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പ്രയർ നോളജോ അല്ലെങ്കിൽ നമ്മൾക്ക് ഓൾറെഡി ഫാക്റ്റ് നോൺ ഫാക്റ്റുകളൊക്കെ വെച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് സിമിലർ ടു കൺക്ലൂഡിങ് ദാറ്റ് അവർ കോഡ് ഹാസ് നോ ബഗ്സ് given the evidence that it has passed all the test cases, including our prior belief that we have rarely observed any bugs in our code. അതായത് ഇപ്പോൾ നമ്മളൊരു ഒരു പ്രോഗ്രാം ചെയ്തു, അപ്പോൾ അത് ദ കോഡ് ഹാസ് നോ ബഗ്സ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, ഔട്ട്പുട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മളത് പറയുകയാണ്, അതിൻ്റെ ഒരു ജനറലൈസ് ചെയ്യാണ് ആ ഫങ്ഷന്. ഏത് അവർ കോഡ് ഹാസ് നോ ബഗ്സ് അല്ലെങ്കിൽ നോ എറേഴ്സ്. അത് ഓൾറെഡി നമ്മൾ എന്തൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് പറയണേ, എവിഡൻസ് വെച്ചിട്ടും അതുപോലെ തന്നെ പ്രയർ ബിലീഫും. അതിൽ കൊടുത്തിരിക്കുന്ന എവിഡൻസ് എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഹാസ് പാസ്ഡ് ഓൾ ദ ടെസ്റ്റ് കേസസ്. എല്ലാ ടെസ്റ്റ് കേസസും അത് പാസ്സായിട്ടുണ്ട്. ടെസ്റ്റ് കേസസ് എന്താണെന്നൊക്കെ അറിയാലോ, ടെസ്റ്റിംഗ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പഠിച്ചിട്ടില്ലേ, നമ്മുടെ കോഡിനെ ടെസ്റ്റ് ചെയ്യാനുള്ള വഴി അല്ലേ. അപ്പോൾ അതിന് ടെസ്റ്റ് കേസസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ. ഏതൊരു ഇൻപുട്ട് വാല്യൂ കൊടുത്താലും അതിന് യൂസറിന് മനസ്സിലാവുന്ന തരത്തിലൊരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, എക്സാക്റ്റ് ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് എന്ത് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. പല ഫീൽഡിൽ അല്ലെങ്കിൽ പല ഏരിയാസിൽ നിന്നുള്ള ഇൻപുട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് ഇൻപുട്സ് കൊടുക്കുമ്പോഴും എങ്ങനെ ആ പ്രോഗ്രാം റിയാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഔട്ട്പുട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ടെസ്റ്റിംഗ്. ആ ടെസ്റ്റിങ്ങിൽ നമ്മൾ കുറേ ടെസ്റ്റ് കേസസ് ജനറേറ്റ് ചെയ്യണം അല്ലേ. അതെങ്ങനെയുള്ള ടെസ്റ്റ് കേസസ് ആയിരിക്കണം, ഒരേ ഗ്രൂപ്പിലത്തെ 2-3 ഒരേ പോലത്തെ ഡാറ്റാസ് അല്ല കൊടുക്കേണ്ടത്, പല ടൈപ്പ് ഓഫ് ഡാറ്റ പല രീതിയിൽ ഇൻപുട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിന് എക്സാക്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ടെസ്റ്റും പാസ്സായിരിക്കുന്ന ഒരു കോഡാണത്. അപ്പോൾ അവിടെ എന്ത് സാധ്യത കുറവാണ്, എററിനുള്ള സാധ്യത കുറവാണ്. അതാണ് അവിടുത്തെ എവിഡൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പ്രയർ ബിലീഫ് എന്താ, ദാറ്റ് വി ഹാവ് റെയർലി ഒബ്സർവ്ഡ് എനി ബഗ്സ് ഇൻ അവർ കോഡ്. അതായത് ആ കോഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പലതവണ ഉപയോഗിക്കുമ്പോഴും അതിൽ അധികം എറേഴ്സ് ഒന്നും കാണാറില്ല. അപ്പോൾ നമ്മൾ അവിടെ എന്ത് കൺക്ലൂഡ് ചെയ്യാണ്, അവർ കോഡ് ഹാസ് നോ ബഗ്സ് എന്ന് പറഞ്ഞാൽ കൺക്ലൂഷൻ ചെയ്യാണ്. അതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, ദ ബേസ് തിയറം എന്ന് പറഞ്ഞാൽ എന്താ, പി ഓഫ് തീറ്റ ഗിവൺ എക്സ്, തീറ്റ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. പി ഓഫ് തീറ്റ ഗിവൺ എക്സ് ഈക്വൽ ടു, അല്ലെങ്കിൽ നിങ്ങൾ എ ബി വെച്ച് ചെയ്താലും മതി, പി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പി ഓഫ് എ ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. ഓക്കെ, അത് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും, എങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. അതിൽ പി ഓഫ് തീറ്റ എന്ന് പറയുന്നത് പ്രയർ പ്രോബബിലിറ്റി കണ്ടോ, is the probability of the hypothesis theta being true before applying the Bayes theorem. അതായത് അത് പ്രയർ പ്രോബബിലിറ്റി ആണ്, പ്രയർ നോളജ് ആണ് എന്ത്, പി ഓഫ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പി ഓഫ് എ എന്ന് പറയുന്നത്. പി ഓഫ് എ ഗിവൺ ബി ആണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എന്നാണ്. അപ്പോൾ പി ഓഫ് എയും പി ഓഫ് ബിയും എന്താണ്, മുന്നേ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇതിൽ തീറ്റ എന്ന് പറയുന്നത് പ്രയർ പ്രോബബിലിറ്റി ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഹൈപ്പോത്തസിസ് തീറ്റ ബീങ് ട്രൂ ബിഫോർ അപ്ലൈയിങ് ദ Bayes theorem, believes that we have gained through past experience, which refers to either common sense or an outcome of Bayes theorem for some past observations. അത് എന്തായിരിക്കാം, ഒന്നുകിൽ നമുക്ക് പി ഓഫ് തീറ്റ എന്ന് പറയുന്നത് പ്രയർ പ്രോബബിലിറ്റിയാണ്, അത് ഒന്നുകിൽ നമ്മളുടെ കോമൺ സെൻസിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ബിലീവ്സ് ആയിരിക്കാം, പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് അല്ലെങ്കിൽ കോമൺ സെൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ബിലീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ തൊട്ട് മുൻപേ അല്ലെങ്കിൽ കുറച്ച് മുൻപേ നമ്മൾ ഇതുപോലൊരു ബേസ് തിയറം അപ്ലൈ ചെയ്ത് കിട്ടിയ ഔട്ട്പുട്ടും ആവാം. ഓക്കെ, അത് രണ്ടും ആവാം എന്ത്, പ്രയർ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി പി ഓഫ് എക്സ് ഗിവൺ തീറ്റ എന്ന് പറയുന്നത് ഒരു പ്രാവശ്യമല്ലോ കേട്ടോ. പി ഓഫ് എക്സ് ഗിവൺ തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ലിഹുഡ്, ഇറ്റ് ഈസ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ദ എവിഡൻസ് ഗിവൺ എ ഹൈപ്പോത്തസിസ്. ഒരു ഹൈപ്പോത്തസിസ് പി ഓഫ് തീറ്റ കിട്ടിയിട്ടുണ്ട്, ദെൻ വി ഹാവ് ടു ഫൈൻഡ് പി ഓഫ് തീറ്റ ഗിവൺ പി ഓഫ് എക്സ് ഗിവൺ തീറ്റ. അപ്പോൾ അതെന്താണ്, ഇറ്റ് ഈസ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എവിഡൻസ് ഗിവൺ എ ഹൈപ്പോത്തസിസ്. ഇനി പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എവിഡൻസ് ടേം ഡിനോട്ട്സ് ദ പ്രോബബിലിറ്റി ഓഫ് എവിഡൻസ് ഓർ
ഡാറ്റ. എവിഡൻസിൻ്റെ പ്രോബബിലിറ്റിയാണ്, അല്ലെങ്കിൽ ഡാറ്റയുടെ പ്രോബബിലിറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇനി പി ഓഫ് തീറ്റ ഗിവൺ എക്സ്, അതാണ് നമുക്ക് കിട്ടേണ്ടത്. പോസ്റ്റീരിയോറി പ്രോബബിലിറ്റി denotes the conditional probability of the hypothesis theta after observing evidence x. അപ്പോൾ ഇത് എക്സും അതുപോലെ തന്നെ തീറ്റ പി ഓഫ് തീറ്റയും പി ഓഫ് എക്സ് ഗിവൺ തീറ്റയും ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷം അത് അപ്ലൈ ചെയ്ത് കിട്ടുന്ന പോസ്റ്റീരിയോറി പ്രോബബിലിറ്റിയാണ് എന്ത്, പി ഓഫ് തീറ്റ ഗിവൺ എക്സ് എന്ന് പറയുന്നത്. ഇതാണ് ബേസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബേസിയൻ ലേണിംഗ് എന്താ? ബേസിയൻ ലേണിംഗ് യൂസസ് ബേസ് തിയറം ടു ഡിറ്റർമൈൻ ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ ഹൈപ്പോത്തസിസ് ഗിവൺ സം എവിഡൻസ് ഓർ ഒബ്സർവേഷൻസ്. കുറച്ച് എവിഡൻസോ അല്ലെങ്കിൽ കുറച്ച് ഒബ്സർവേഷൻസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും ഓൾറെഡി. അതിൽ നിന്നും ഒരു ഹൈപ്പോത്തസിസിൻ്റെ അല്ലെങ്കിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി, ഒരു ഹൈപ്പോത്തസിസിൻ്റെ കണ്ടീഷണൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എന്ത്, ബേസിയൻ ലേണിംഗ് ചെയ്യുന്നത് ബൈ യൂസിങ് ബേസ് തിയറം. ഓക്കെ, with Bayesian learning we are dealing with random variables that have probability distributions. നേരത്തെ പറഞ്ഞ പോലെ തന്നെ probability distributions ഒക്കെ ഉള്ള റാൻഡം വേരിയബിൾസിനെയാണ് നമ്മൾ ഉപയോഗിക്കുക. Bayesian way of thinking illustrates the way of incorporating the prior belief and incrementally updating the prior probabilities whenever more evidence is available. എന്തായിരുന്നു ബേസിയൻ തിങ്കിങ്ങിൽ അല്ലെങ്കിൽ ബേസിയൻ ലേണിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് ഇൻകോർപ്പറേറ്റിംഗ് ദ പ്രയർ ബിലീഫ്. നമുക്ക് മുന്നേ ഉള്ള ബിലീഫ് നമ്മളതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തു, നേരത്തെ ചെയ്യാൻ പറ്റാതിരുന്ന് ഇപ്പോൾ ചെയ്തു. ആൻഡ് ഇൻക്രിമെൻ്റലി അപ്ഡേറ്റിംഗ് ദ പ്രയർ പ്രോബബിലിറ്റീസ്. നമുക്ക് കൂടുതൽ പ്രോബബിലിറ്റീസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്തു, അപ്ഡേറ്റ് ചെയ്തു. വെനെവർ മോർ എവിഡൻസസ് അവൈലബിൾ, കൂടുതൽ എവിഡൻസ് അവൈലബിൾ ആണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യും. മോർ ഓവർ വി ക്യാൻ യൂസ് കോൺസെപ്റ്റ് സച്ച് ആസ് കോൺഫിഡൻസ് ഇൻ്റർവെൽ ടു മെഷർ ദ കോൺഫിഡൻസ് ഓഫ് ദ പോസ്റ്റീരിയർ പ്രോബബിലിറ്റി. അത് നിങ്ങൾ നോക്കണ്ട, പോസ്റ്റീരിയർ പ്രോബബിലിറ്റിയുടെ കോൺഫിഡൻസ് അത് കറക്റ്റ് ആണോ, കറക്റ്റ് ആവാനുള്ള ചാൻസ് എന്താണെന്നുള്ളത് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റ് കൂടിയും യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. Unlike frequentist statistics, we can end the experiment when we have obtained results with sufficient confidence for the task. അതായത് ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കുറേ പ്രാവശ്യം നമ്മളുടെ കയ്യിലുള്ള പ്രയർ പ്രോബബിലിറ്റീസ് ആഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് വന്നാൽ അതിൽ തന്നെ ഇപ്പോൾ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് അല്ലെങ്കിൽ മെഷീൻ ലേണിങ്ങിൻ്റെ ഐഡിയയിൽ അവർ പറയും എത്ര ശതമാനം ആക്യുറേറ്റ് ആണ് നിങ്ങളുടെ ഡാറ്റ അല്ലെങ്കിൽ നിങ്ങളുടെ ഔട്ട്പുട്ട് എന്നുള്ളത് അതിൽ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഒരു ട്രയൽ ഡാറ്റ കൊടുക്കുമ്പോൾ അത് 30%, 33% ഒക്കെ ആക്യുറേറ്റ് ആയിരിക്കുള്ളൂ. പക്ഷേ ഒരു 10, 20, 30 ട്രയൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പറയും 99% അല്ലെങ്കിൽ 90% ആക്യുറേറ്റ് ആണെന്ന് പറയും. അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ആക്യുറസി വന്നാൽ നമുക്കവിടെ എൻഡ് ചെയ്യാം വിത്ത് 100% കോൺഫിഡൻറ്റ്. അതായത് നമുക്ക് പറയാം അത് മാക്സിമം ആയി, നമുക്ക് നമ്മുടെ ഡാറ്റ മാക്സിമം ആയി നമുക്ക് പറയാൻ പറ്റും. നേരത്തെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എത്ര വേണമെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ട്രയൽസ് നടത്തിയാലാണ് എന്താവുള്ളൂ, 100% ആക്യുറേറ്റ് ആവുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, പ്രയർ ബിലീഫും കുറച്ച് പ്രയർ നോളജൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ട്രയൽസ് ചെയ്യുമ്പോഴേക്കും അവിടെ ആക്യുറസി നമ്മൾ ഗെയിൻ ചെയ്യും. ഓക്കെ, ഇനി ബേസിയൻ ലേണിങ്ങിൽ ഇറ്റ് ഈസ് എ പെർട്ടിക്കുലർ സെറ്റ് ഓഫ് അപ്രോച്ചസ് ടു പ്രൊബബിലിസ്റ്റിക് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമുണ്ട്, ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ വരുന്ന ഒരു ഡിഫറെൻറ്റ് സെറ്റാണ് എന്ത്, ബേസിയൻ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ബേസിയൻ പ്രോബബിലിറ്റി ബേസിക്കലി ടോക്സ് അബൌട്ട് ദി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് പാർഷ്യൽ ബിലീവ്സിനെ നമ്മളതിൽ പറയുന്നുണ്ട്. പിന്നെ ബേസിയൻ എസ്റ്റിമേഷൻ കാൽക്കുലേറ്റ്സ് വാലിഡിറ്റി ഓഫ് പ്രൊപ്പോസിഷൻ. നമ്മളൊരു കാര്യം പറഞ്ഞു, ഒരു പ്രൊപ്പോസിഷൻ നമ്മൾ കൊടുത്തു, അതിൻ്റെ വാലിഡിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ഈ ബേസിയനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ, പ്രയർ എസ്റ്റിമേറ്റ് വെച്ചിട്ടും ന്യൂ റെലവൻറ്റ് എവിഡൻസ് വെച്ചിട്ടുമാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിയൻ ലേണിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡിസിഷൻ ട്രീ ലേണിംഗ് ആണ്. അപ്പോൾ ഈ ഡിസിഷൻ ട്രീ ലേണിംഗ് വരുന്നതിന് മുന്നേ നേരത്തെ പറഞ്ഞ രണ്ട് മെത്തേഡും തമ്മിലുള്ള ഒരു ചെറിയൊരു കൺക്ലൂഷൻ പോലെ പറയുകയാണ്. ബേസിയൻ ലേണിംഗ് ആൻഡ് ദ ഫ്രീക്വൻസിസ്റ്റ് മെത്തേഡ് can also be considered as two ways of looking at the task of estimating values of unknown parameters given some observations caused by those parameters. അതായത് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. പാരാമീറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നേരത്തെ പറഞ്ഞ പോലെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഈവൻറ്റ് എ ഗിവൺ ദാറ്റ്
ബി ഹാസ് ഓൾറെഡി ഹാപ്പൻഡ് അല്ലേ. അപ്പം അങ്ങനെ കുറച്ച് അൺനോൺ പാരാമീറ്റേഴ്സ് തന്നിട്ട് അതിൽ കുറച്ച് പ്രീവിയസ് നമുക്ക് അറിയുന്ന ഒബ്സർവേഷൻസ്, ഗിവൺ ഒബ്സർവേഷൻസിനെ അറിയുന്ന കുറച്ച് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒബ്സർവേഷൻസിനെ ബേസ് ചെയ്തിട്ട് അൺനോൺ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതേ കാര്യത്തിന് തന്നെയാണ് ഫ്രീക്വൻറ്റി സ്റ്റാറ്റിസ്റ്റിക്സും യൂസ് ചെയ്യുന്നത്, ബേസ് തിയറവും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബേസിയൻ ലേണിങ്ങും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ സർട്ടൈൻ ടാസ്ക്. അപ്പോൾ ഒരെണ്ണമാണ് നല്ലത് അല്ലെങ്കിൽ ഒരെണ്ണമാണ് ചീത്ത എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ചില കാര്യങ്ങൾക്ക് ഫോർ സർട്ടൈൻ ടാസ്ക് ഫ്രീക്വൻറ്റിസ് മെത്തേഡ്സ് ആർ മോർ കൺവീനിയൻറ്റ്. അതായത് പ്രയർ നോളജ് ഒന്നും ആവശ്യമില്ലാത്ത കേസുകൾ വരും അല്ലേ. അപ്പോൾ അതിലൊന്നും എന്തില്ല, നമുക്ക് ബേസിയൻ തിയറം എടുക്കേണ്ട ആവശ്യമില്ല, ബേസിയൻ ലേണിംഗ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, വി ഡു നോട്ട് റിക്വയർ ബേസിയൻ ലേണിംഗ് വിത്ത് ഓൾ എക്സ്ട്രാ എഫേർട്ട്. അത്രയും എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് വരുമ്പോൾ, അതായത് കുറച്ച് ഈ പറഞ്ഞ പോലെ പാർഷ്യൽ ബിലീഫോ അല്ലെങ്കിൽ നമ്മുടെ നോളജൊക്കെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ, അൺസർട്ടൈനിറ്റി, ഇൻക്രിമെൻ്റൽ ലേണിംഗ്, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ എന്ത് വരുന്നുണ്ട്, ബേസിയൻ ലേണിങ്ങിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബേസിയൻ ലേണിംഗ് ഒരുപാട് ഗുണം ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് ബേസിയൻ ലേണിംഗ് ഉള്ളത്. ഇനി ഡിസിഷൻ ട്രീ ലേണിംഗ് എന്താണെന്ന് നോക്കാം. ഡിസിഷൻ ട്രീ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞു ഇത് രണ്ടും സൂപ്പർവൈസ്ഡ് ലേണിംഗ് ടെക്നിക്കാണ്. ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ബോത്ത് ക്ലാസിഫിക്കേഷൻ ആൻഡ് റീഗ്രഷൻ പ്രോബ്ലംസ്. ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസിനും യൂസ് ചെയ്യാം, റീഗ്രഷൻ പ്രോബ്ലംസിനും യൂസ് ചെയ്യാം. ബട്ട് മോസ്റ്റ്ലി ഇറ്റ് ഈസ് പ്രിഫേർഡ് ഫോർ സോൾവിങ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസ്. ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് ഡിസിഷൻ ട്രീ ലേണിംഗ് ഉപയോഗിക്കുന്നത് നമ്മൾ കൂടുതലായിട്ട്. ഓക്കെ, ഇറ്റ് ഈസ് എ ട്രീ സ്ട്രക്ചേർഡ് ക്ലാസിഫയർ where internal nodes represent the features of a data set, branches represent the decision rules, and each leaf node represents the outcome. എന്താണ്, ഒരു ട്രീ ആണ്. ആ ട്രീയിൽ എന്തൊക്കെ ഉണ്ട്, ഇൻറ്റേർണൽ നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റ സെറ്റിൻ്റെ ഫീച്ചേഴ്സിനെയാണ് പറയുന്നത്. എക്സാമ്പിൾ നോക്കൂ, ഇതിൽ കണ്ടോ, ഇൻറ്റേർണൽ നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസിഷൻ നോഡ്. കണ്ടോ, അവിടെ നമ്മൾ പറയുക ഡാറ്റ സെറ്റിൻ്റെ ഫീച്ചേഴ്സാണ്. ആ ഫീച്ചേഴ്സിൻ്റെ യെസ് ഓർ നോ എന്നുള്ള ആൻസറാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, യെസ് ആണെന്നുണ്ടെങ്കിൽ ഒരു പാത്തിലേക്ക് പോവും, നോ ആണെന്നുണ്ടെങ്കിൽ വേറൊരു പാത്തിലേക്ക് പോവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഡിസിഷൻ ട്രീയിൽ വരുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ നോട്ട്സിൽ ഫീച്ചേഴ്സ് ഓഫ് എ ഡാറ്റ സെറ്റ് ആണ് ഉണ്ടാവുക, ബ്രാഞ്ചസിൽ ഡിസിഷൻ റൂൾസ് ആണ് ഉണ്ടാവുക, ഓരോ ലീഫ് നോഡിലും ഔട്ട്കം ആണ് ഉണ്ടാവുക. ഓക്കെ ഓക്കെ ഇതാണ് ഒരു ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ ഫസ്റ്റ് വരുന്നത് ഏറ്റവും മുകളിലത്തെ കണ്ടോ കണ്ടീഷൻ ഈസ് എ പേഴ്സൺ ഫിറ്റ് എന്നാണ് നമ്മളുടെ പ്രോബ്ലം. ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏജ് ലെസ് ദാൻ 30 ആണോ, ഇഫ് യെസ് ആണെങ്കിൽ നെക്സ്റ്റ് ഒരു ഡാറ്റ നോഡും കൂടി വരും, നോ ആണെങ്കിൽ അടുത്ത നോഡ് വരും. അങ്ങനെ ഓരോ നോഡിലും ഓരോ ക്വസ്റ്റ്യനാണ് വരിക. ഇഫ് ഷീ ഈസ് ലെസ് ദാൻ 30 ഓർ മോർ എന്നുള്ള ക്വസ്റ്റ്യൻ വരും. അങ്ങനെ യെസ് നോ എന്നുള്ള ആൻസർ കിട്ടി. അവസാനം ലീഫ് നോഡിൽ വരുന്നതാണ് നമുക്ക് ഔട്ട്കം ആയിട്ട് വരിക, റിസൾട്ട് ഓഫ് എ ക്വറി ആയിട്ട് വരിക, ഔട്ട്കം ആയിട്ട്. അപ്പോൾ ഒരു മോഡലിൽ നമ്മൾ ഡാറ്റാസ് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ വെച്ചിട്ട് ആ മോഡൽ ചെക്ക് ചെയ്യും, ഓരോ ഡാറ്റ ടൈപ്പിനെയും അല്ലെങ്കിൽ ഓരോ ഡാറ്റേനെയും ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെക്ക് ചെയ്യും. എന്നിട്ട് ഇഫ് ദ ഔട്ട്പുട്ട് ഈസ് യെസ് എന്ത് ചെയ്യും, ഗോ ടു എ ബ്രാഞ്ച്, ഇഫ് ഔട്ട്പുട്ട് ഈസ് നോ ഗോ ടു അനദർ ബ്രാഞ്ച്. അങ്ങനെ ഓരോരോ ബ്രാഞ്ചായിട്ട് പോയി ലീഫ് നോഡിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ അറ്റ് എ ടൈം ഒരു ഇൻപുട്ട് കൊടുത്താൽ അതൊരു പാത്തിലൂടെ സഞ്ചരിച്ച് അല്ലെങ്കിൽ ഒരു പാത്തിലൂടെ വന്ന് അവസാനം ഒരു ഔട്ട്പുട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഇൻപുട്ട് കൊടുത്താൽ എക്സാക്ട്ലി വൺ ആൻഡ് ഓൺലി ഔട്ട്പുട്ട് കിട്ടും. ഇങ്ങനെയാണ് ഡിസിഷൻ ട്രീ വെച്ചിട്ട് നമ്മൾ ഡാറ്റ പാസ് ചെയ്യുന്നതും ഔട്ട്പുട്ട് കിട്ടുന്നതും. ഇനി ഇൻ എ ഡിസിഷൻ ട്രീ ദർ ആർ 2 നോഡ്സ് വിച്ച് ആർ ഡിസിഷൻ നോഡ് ആൻഡ് ലീഫ് നോഡ്. ഡിസിഷൻ നോഡിൽ എന്താ ഉണ്ടാവുക, ക്വസ്റ്റ്യൻസ്. നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ ഇഫ് ദ ഗൈ ഈസ് ലെസ് ദാൻ 30 എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, ഒരു ഡിസിഷൻ നോഡാണ്. കണ്ടോ, ഇറ്റ് ഈസ് എ ഡിസിഷൻ നോഡ്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ അടുത്തതുള്ളത് ഒരു ലീഫ് നോഡ്. അങ്ങനെ 2 ടൈപ്പ് ഓഫ് നോഡുകളാണ് ഉണ്ടാവുക. ഡിസിഷൻ നോഡ്സ് ആർ യൂസ്ഡ് ടു മേക്ക് എനി ഡിസിഷൻ ആൻഡ് ഹാവ് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ്. അതിന് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. whereas leaf nodes are the output of those decisions and do not contain any further branches ഉണ്ടാവില്ല. The decisions or the test are performed on the basis of features given of
ഡാറ്റാ സെറ്റ്. എന്താണ് ഡാറ്റാ സെറ്റിൽ കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഡിസിഷൻ നോഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഡാറ്റാ സെറ്റിൽ കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ, എന്താണ് ഡിസിഷൻ ട്രീ ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഫോർ ഗെറ്റിംഗ് ഓൾ ദ പോസിബിൾ സൊല്യൂഷൻസ് ടു എ പ്രോബ്ലം ഓർ ഡിസിഷൻ ബേസ്ഡ് ഓൺ ഗിവൺ കണ്ടീഷൻസ്. ഗിവൺ കണ്ടീഷൻസ് വെച്ചിട്ട് ഒരു പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ഒരു ഡിസിഷന് പോസിബിൾ സൊല്യൂഷൻസ് എല്ലാം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഡിസിഷൻ ട്രീ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിസിഷൻ ട്രീ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഇറ്റ് ഈസ് കോൾഡ് എ ഡിസിഷൻ ട്രീ ബിക്കോസ് സിമിലർ ടു എ tree, it starts with a root node which expands on further branches and constructs a tree-like structure. എന്തുകൊണ്ടാണ് ആ പേര് വന്നത് എന്ന് പറയണം. ഒരു റൂട്ട് നോഡിൽ നിന്ന് തുടങ്ങും, കുറേ ബ്രാഞ്ചസ് ഉണ്ടാവും, അങ്ങനെ അവസാനം ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഡിസിഷൻ ട്രീ എന്നതിനെ പേര് വിളിച്ചത്. ഓക്കെ, ഇൻ ഓർഡർ ടു ബിൽഡ് എ ട്രീ, ഒരു ട്രീ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വി യൂസ് കാർട്ട് അൽഗോരിതം. കാർട്ട് അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻ ട്രീ അൽഗോരിതം ആണ് ഉപയോഗിക്കുക. എ ഡിസിഷൻ ട്രീ സിംപ്ലി ആസ്ക്സ് എ ക്വസ്റ്റ്യൻ and based on the answer yes or no, it further split the tree into subtrees. Okay, below diagram explains the general structure of a decision tree. ഒരു decision tree can contain categorical data as well as numeric data. numeric ഡാറ്റയും ഉണ്ടാവും, കാറ്റഗോറിക്കൽ അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് തിരിക്കുന്ന കാറ്റഗോറിക്കൽ എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഡാറ്റാസും ഉണ്ടാവാം. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഡിസിഷൻ ട്രീസ് ഉപയോഗിക്കുന്നത്? There are various algorithms in machine learning. So choosing the best algorithm for the given data set and problem is the main point to remember while creating machine learning model. കുറേ അൽഗോരിതംസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നല്ലത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ഈ മെഷീൻ ലേണിംഗ് മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഡിസിഷൻ ട്രീ എടുക്കേണ്ട സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഡിസിഷൻ ട്രീ യൂസ് ചെയ്തിട്ട് പല ലേണിങ്ങുകളും ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. Decision trees usually mimic human thinking ability while making a decision. So, it's easy to understand. നമുക്ക് പ്രോഗ്രാം ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ നല്ല എളുപ്പമാണ്, അല്ലെങ്കിൽ പ്രോഗ്രാമർക്ക് അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കായാലും മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഡിസിഷൻ ട്രീ അൽഗോരിതം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ ഹ്യൂമൻ തിങ്കിങ് പോലെ തന്നെയാണ്. ഇപ്പം നമ്മളും അങ്ങനെയാണ് ചിന്തിക്കുക അല്ലേ? നമ്മളിപ്പോൾ ഒരാളെന്നെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാൾക്ക് ഇന്ന അസുഖമുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വയ്യായ്കളുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചോദിക്കുക? എത്രയായി വയസ്സ്, ഡയറ്റ് ചെയ്യാറുണ്ടോ, ഡെയിലി രാവിലെ നടക്കാറുണ്ടോ, അതൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ എന്നാൽ പിന്നെ ഇതായിരിക്കും കാരണം എന്നുള്ളത് നമ്മൾ ഇൻഫറൻസിലെത്തും അല്ലേ? അതേപോലെ തന്നെയാണ് ഡിസിഷൻ ട്രീയിലും നമ്മൾ ആ പ്രോബ്ലം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ചെയ്യുക. ഓക്കെ, നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് പകരം പകരം അവിടെ എന്താണ് നോട്ട്സിൽ റെപ്രസെൻറ്റേഷനാണ് ചെയ്യുന്നത് എന്ന് മാത്രം. The logic behind the decision tree can be easily understood because it shows a tree-like structure. Tree-like structure ആയതുകൊണ്ട് അതിൻ്റെ ലോജിക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതുകൊണ്ടൊക്കെയാണ് ഡിസിഷൻ ട്രീസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. In a decision tree, for predicting the class of a given data set, algorithm starts from the root node of the tree. അപ്പോൾ ഏറ്റവും അൽഗോരിതം തുടങ്ങുന്നത് റൂട്ട് നോഡിൽ നിന്നാണ്. This algorithm compares the values of root attribute with the record real data set attribute and based on the comparison follows the branch and jumps to the next node. അതായത് റൂട്ട് നോഡിലത്തെ വാല്യൂവും ഡാറ്റാ സെറ്റിലത്തെ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ആ കമ്പാരിസനെ ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഏത് നോഡിലേക്ക് പോകണമെന്ന് തീരുമാനിക്കും. Okay, for the next node, algorithm again compares the attribute value with other subnodes and move further. അങ്ങനെ ഓരോ നോഡിലും എത്തിക്കഴിഞ്ഞാലും ഡാറ്റാ സെറ്റിലത്തെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് നെക്സ്റ്റ് ഏത് നോഡിലേക്ക് പോകണം എന്ന് തീരുമാനിക്കും. ഇറ്റ് കണ്ടിന്യൂസ് ദ പ്രോസസ് അൺടിൽ ഇറ്റ് റീച്ചസ് ദ ലീഫ് നോഡ് ഓഫ് ദ ട്രീ. ലീഫ് നോഡ് എത്തുന്നത് വരെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? സ്റ്റെപ്പ് 1, ബിഗിൻ ദ ട്രീ വിത്ത് ദ റൂട്ട് നോഡ് സേസ് എസ് വിച്ച് കണ്ടെയ്ൻസ് ദ കംപ്ലീറ്റ് ഡാറ്റാ സെറ്റ്. Step 2, find the best attribute in the data set using attribute selection measure. Step 3, divide the S into subsets that contains possible values for best attributes. Step 4, generate the decision tree node which contains the best attributes. Step 5, recursively make new decision trees using the subsets of data set created in step 3.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടിന്യൂസ് ദിസ് പ്രോസസ് അൺടിൽ എ സ്റ്റേജ് ഈസ് റീച്ച്ഡ് വേർ യു കനോട്ട് ഫർദർ ക്ലാസിഫൈ ദ നോഡ്സ് ആൻഡ് കോൾഡ് ദ ഫൈനൽ നോഡ് ആസ് ലീഫ് നോഡ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡിസിഷൻ ട്രീനെ ക്രിയേറ്റ് ചെയ്യുന്നത്. റൂട്ട് നോഡിൽ നിന്ന് തുടങ്ങി അതിൽ നമ്മുടെ കയ്യിൽ കംപ്ലീറ്റ് ഡാറ്റാ സെറ്റ് ഉണ്ടായിരിക്കും. അതിന് ആ ഡാറ്റാ സെറ്റിലെ ഏറ്റവും ബെസ്റ്റ് ആട്രിബ്യൂട്ട് കണ്ടുപിടിച്ചു, അതായത് ഏറ്റവും കീ ആയിട്ട് നിൽക്കാവുന്ന ആട്രിബ്യൂട്ട് കണ്ടുപിടിച്ചു. അതിനുള്ളൊരു മെത്തേഡാണ് ആട്രിബ്യൂട്ട് സെലക്ഷൻ മെഷർ എന്ന് പറയുന്നത്. എന്നിട്ട് അതിനെ ബെസ്റ്റ് ആട്രിബ്യൂട്ട്സിൻ്റെ 2 ഡിവിഷനാക്കി മാറ്റുക, അല്ലെങ്കിൽ ഡിവൈഡ് ദ എസ് ഇൻറ്റു സബ്സെറ്റ്, 2 or 3 സബ്സെറ്റ്സ് ആക്കി മാറ്റി. എന്നിട്ടോ അതിനെ വീണ്ടും സബ്സെറ്റ് ആക്കാൻ പറ്റുമോ നോക്കി. അങ്ങനെ മാക്സിമം ഏറ്റവും അവസാനം എന്ത് ചെയ്തു, അൺടിൽ വി റീച്ച് ദ ഫൈനൽ നോഡ് അല്ലെങ്കിൽ ലീഫ് നോഡ് വേർ യു കനോട്ട് ഫർദർ ക്ലാസിഫൈ ദ നോഡ്സ്. പിന്നെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റാത്ത അത്രയും പോയിക്കൊണ്ടിരിക്കുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ലീഫ് നോഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസിഷൻ ട്രീ ലേണിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒന്ന് ജസ്റ്റ് നോക്കാം. ഡിസിഷൻ ട്രീ ലേണിംഗ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആണ്. നേരത്തെ പറഞ്ഞ അതേ പോയിൻ്റാണ്. ഓക്കെ ഇറ്റ് ക്യാൻ ബി വെരി യൂസ്ഫുൾ ഫോർ സോൾവിങ് ഡിസിഷൻ റിലേറ്റഡ് പ്രോബ്ലംസിന് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. ഹെൽപ്പ് ടു തിങ്ക് അബൌട്ട് ഓൾ പോസിബിൾ ഔട്ട്കം ഓഫ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിന് എന്തൊക്കെ ഔട്ട്കം വരാമെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എന്തൊക്കെ വരാം, അത് ഓരോന്നിനും യെസ് കണ്ടീഷനും നോ കണ്ടീഷനും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എന്തൊക്കെ ഔട്ട്പുട്ട് വരാൻ ചാൻസ് ഉണ്ട്. ദർ ഈസ് ലെസ് റിക്വയർമെൻറ്റ് ഓഫ് ഡാറ്റ ക്ലീനിങ് കമ്പയർഡ് ടു അതർ അൽഗോരിതംസ് ഉണ്ട്. ഡാറ്റ ക്ലീനിങ്ങിന് ലെസ് റിക്വയർമെൻറ്റേ വേണ്ടു. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാലോ, കുറേ ലെയേഴ്സ് ഉണ്ട്, അതുകൊണ്ട് കുറച്ച് കോംപ്ലക്സ് ആണ്. കുറേ ലെയേഴ്സ് ഉണ്ട് അല്ലേ, ലെവൽസ് ഉണ്ട്. ഇറ്റ് മേ ഹാവ് ആൻ ഓവർ ഫിറ്റിംഗ് ഇഷ്യൂ വരാം. ഓവർ ഫിറ്റിംഗ് എന്താ നോർമലേ, ഓവർ ഫിറ്റിംഗ് ഇഷ്യൂ വരാം വിച്ച് ക്യാൻ ബി റിസോൾവ് യൂസിങ് റാൻഡം ഫോറസ്റ്റ് അൽഗോരിതം. അപ്പോൾ ആ ഓവർ ഫിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റിസോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടി പറഞ്ഞു തരുന്നുണ്ട്, റാൻഡം ഫോറസ്റ്റ് അൽഗോരിതം. ഫോർ മോർ ക്ലാസ് ലേബൽസ് ദ കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി ഓഫ് ദ ഡിസിഷൻ ട്രീ മേ ഇൻക്രീസ്. കുറേ ലേബൽസ് വരികയാണെങ്കിൽ എന്ത് ചെയ്യും, അതായത് കുറേ ഡാറ്റ, ഇൻപുട്ട് ഡാറ്റ, ട്രെയിനിങ് ഡാറ്റ ഒരുപാട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി കൂടും. ഓക്കെ, ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ഇത്രയാണ് ഡിസിഷൻ ട്രീയിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പം ബേസിയൻ ലേണിങ്ങും ഡിസിഷൻ ട്രീ ലേണിങ്ങും നോക്കുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. പല സൈറ്റിലും പല രീതിയിലുണ്ട്. ഈ ഒരു PPTനെ ബേസ് ചെയ്ത് മാത്രം പഠിക്കരുത്. ഞാനൊരു 3-4 സൈറ്റിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യം തോന്നുന്നത് മാത്രമാണ് PPTയിൽ ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ, പുതിയ സബ്ജക്റ്റ് ആയതുകൊണ്ട്. അപ്പം നിങ്ങൾ തന്നെ ഇതിനൊരു എന്താ പറയുക, റിസർച്ച് രൂപത്തിൽ കണ്ടിട്ട് നിങ്ങൾ തന്നെ നെറ്റിലൊന്ന് സെർച്ച് ചെയ്യണം. എന്നിട്ട് പുതിയ എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം അങ്ങോട്ടോ ഇങ്ങോട്ടോ വരുന്ന രീതിയിൽ ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒന്ന് ഗ്രൂപ്പിലിടണം. കാരണം ഇത് ആർക്കും എന്താ പറയുക, കൺഫേം ചെയ്ത ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്ന് പറഞ്ഞു തരാൻ പറ്റാത്തൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഓരോരുത്തർക്കും റിസർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെർച്ച് ചെയ്യുമ്പോൾ ഓരോ സൈറ്റോ അല്ലെങ്കിൽ ഓരോ ഡാറ്റയാണ് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങളും കൂടി മെഷീൻ ലേണിംഗ് ഒന്ന് പഠിക്കാൻ സ്വയം ഇപ്പോഴേ തുടങ്ങുക. പുതിയ സബ്ജക്റ്റാണ്, സിലബസിൽ ആദ്യമായിട്ട് വരുന്നതാണ്, എമർജിങ് ടെക്നോളജിയാണ്. നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം, മലയാളത്തിലുള്ള ഒരു വീഡിയോ ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് പെർഫെക്റ്റ് ആയിരിക്കില്ല. എല്ലാം ഔട്ട്സൈഡ് ഇന്ത്യൻസ് ചെയ്യുന്ന വീഡിയോസാണ് കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങളും കൂടി ഒന്ന് സെർച്ച് ചെയ്യാൻ നോക്കുക. കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും പിന്നെ മിക്കവാറും മെഷീൻ ലേണിങ്ങിൻ്റെ അൽഗോരിതംസ് എല്ലാം നോക്കുമ്പോൾ കുറേ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന കുറേ വലിയ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് സോൾവ് വിത്ത് സിഗ്മ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഞാനതൊക്കെ ഒഴിവാക്കിയിട്ട് സിമ്പിളായ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് സെർച്ച് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ പറഞ്ഞതൊക്കെ തന്നെയാണോ അതിലുള്ളത്, എന്തെങ്കിലും മാറ്റം ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ഇൻഫർമേഷൻ കിട്ടാനുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക. ഓക്കെ, താങ്ക് യു.